നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നയിക്കുക. ആത്മവിശ്വാസം നൽകുന്ന ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് കൂടുതൽ മനോഹരമാക്കാൻ ഇന്ന് സംഗീത രംഗത്തെ രണ്ട് പ്രതിഭകളാണ് നമ്മുടെ ഗസ്റ്റുകളായിട്ട് വരാൻ പോകുന്നത്. വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അനൂപ് ശങ്കർ ആൻഡ് രേഷ്മ രാഘവേന്ദ്ര. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ഇന്ന് നമുക്ക് അതിഥികളായിട്ട് കിട്ടുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് നല്ല നല്ല പാട്ടുകളായിരിക്കും. സന്തോഷം. പക്ഷെ ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗെയിമുകളും കൂടി കാണാനാണ്. അപ്പൊ പാട്ടിന്റെ കൂടെ ചില ചില ഗെയിമുകളും വിശേഷങ്ങളായിട്ട് നമുക്ക് ആഘോഷമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. റെഡി? യെസ് റെഡി. ഓക്കെ, അപ്പൊ അനൂപേട്ട, രേഷ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം സുഖമായിട്ടിരിക്കണു? നല്ല വിശേഷങ്ങൾ. പോസ്റ്റ് കോവിഡ് സ്റ്റേജ് ഷോസ് ഒക്കെ ഭയങ്കര ആക്റ്റീവായി. അപ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ട് ഒരുപാട് ഷോസ് പാടുന്നു. ഒരുപാട് സന്തോഷം. അടിപൊളി. രേഷ്മയുടെ എല്ലാം ഹാപ്പി? അതെ, എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾ ഷാറൂഖ് ഖാൻ, കിങ് ഖാനെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഭയങ്കര പുലികളായിട്ട് നിൽക്കാണ്. എന്നെ പാട്ട് പഠിപ്പിക്കാനോ പാടിക്കാനോ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പേടിയുണ്ടല്ലേ? നിങ്ങൾ പഠിച്ച പാട്ട് കൂടി മറന്നു പോകുന്നുള്ള പേടിയുണ്ട്. അപ്പൊ ആ വിശേഷം പറയൂ. നിങ്ങൾ അതായത് ഓൺ ദി സ്പോട്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം അത് ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്റ്റേജ് എക്സ്പീരിയൻസ്? ആദ്യം തന്നെ ഇറ്റ് വാസ് ഞങ്ങളുടെ രണ്ടുപേരും ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്സ്. അപ്പോൾ ഷാറൂഖ് ഖാൻ ഓബിയസ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ഇന്ത്യ. പക്ഷെ അതിലും ഉപരി നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും സ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺസുകളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഷാറൂഖ് ഖാൻ അഭിനയിച്ച ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ പല പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് വൈറലായത് ബിക്കോസ് അദ്ദേഹം മലയാളം പാടുന്നത്. അത് അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ്. ബിക്കോസ് മിഥുൻ ഉണ്ടായിരുന്നു ഹോസ്റ്റ് ആയിട്ട്. അപ്പോൾ ഐ ജസ്റ്റ് ആസ്ക്ഡ് ആൻഡ് ഹി വാസ് വെരി സ്പോർട്ടീവ് ആൻഡ് അനൂപേട്ടനാണല്ലോ ഇത് ചോദിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ രേഷ്മ എന്താ മനസ്സിൽ വിചാരിച്ചേ? പണിപ്പാളി, ഇപ്പൊ ഷാറൂഖ് ഖാൻ ദേഷ്യപ്പെടും, അങ്ങനെ വിചാരിച്ചോ? അല്ല, ഞാൻ ആക്ച്വലി ആ ഒരു പാട്ടിന് തൊട്ട് മുന്നേ ആണ് എന്നെ സ്റ്റേജിലേക്ക് ആക്ച്വലി വിളിപ്പിക്കുന്നത്. ഞാൻ പറയാം, എനിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഒരാൾ സ്റ്റേജിൽ എണീറ്റ് നിന്നിട്ട് ഹി ഗ്രീറ്റഡ് മീ ആൻഡ് ഹി ഹഗ്ഡ് മീ. അതോടെ എൻ്റെ എല്ലാം പോയി. ഞാൻ ആക്ച്വലി എനിക്ക് ആ ഈവന്റിൽ പാടിയത് എനിക്ക് ഓർമ്മയേ ഇല്ല. ഞാൻ ഫുൾ ടൈം പുള്ളി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് പറയൂ, നിങ്ങൾ രണ്ടുപേരും റിയാലിറ്റി ഷോ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ചേട്ടൻ ഒരുപാട് കുട്ടികളെ ഗ്രൂം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് രേഷ്മ അതിലൂടെ ആണ് നമ്മുടെ ഈ പ്ലേ ബാക്ക് സിംഗിലേക്ക് വന്നത്. അപ്പൊ എന്തായിരുന്നു ഒരു ഗ്രൂമർ ആയിട്ട് പുതിയ കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോൾ? അനൂപേട്ടൻ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെന്റർ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ടെക്നിക്ക് ഉണ്ടോ? ടെക്നിക്കല്ല, നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് പകർന്നു കൊടുക്കാന്നാണ് ഈ മെന്ററിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. റാദർ ദാൻ മ്യൂസിക്കൽ പെർഫെക്ഷൻ ഓർ ദ മ്യൂസിക്കൽ ബ്രില്യൻസ്, നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ആ പാട്ട് എന്തിനാണെന്നുള്ളതാണ്. വാട്ട് ദ സോങ് സ്റ്റാൻഡ്സ് ഫോർ. അതിൻ്റെ ഒരു ഇമോഷൻ മനസ്സിലാക്കി പാടുമ്പോഴാണ് ദാറ്റ് റീച്ചസ് പീപ്പിൾ. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് മെന്ററിങ് എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. രേഷ്മ പറയൂ, രേഷ്മയുടെ ആ ഒരു റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? റിയാലിറ്റി ഷോ ആണ് എനിക്ക് ഒരു ബ്രേക്ക് എനിക്ക് തന്നത്. പിന്നെ അതിനുശേഷം സ്റ്റേജ് ഷോസിൽ ഒരുപാട് ആക്റ്റീവായി. സ്റ്റേജ് ഷോന്റെ കാര്യം പറയുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ കൂടെ പാടിയ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഒരു വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു. അത് എല്ലാവരും ഒരുപാട് ഷെയർ ചെയ്യും, അത് ചെയ്യുന്നു. ആൻഡ് രേഷ്മയുടെ നമ്മൾ റിയാലിറ്റി ഷോയിൽ കാണാത്ത വേറൊരു മുഖം. അതിന്റെ പിന്നിൽ ആക്ച്വലി ഒരു ചെറിയൊരു രസകരമായ അനുഭവം ഉണ്ട്. അത് ഹരിജി അന്ന് കുറെ സെറ്റ് ഓഫ് സോങ്സ് പാടുന്നുണ്ട്. ഒരു അവാർഡ് ഷോ ആണ്, ഒരു ടിവിയുടെ ഒരു ചാനലിന്റെ അവാർഡ് ഷോ ആണ്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു 3 ഡുവറ്റ്സ് ഉണ്ട്. ഓദിൽ റുബ, പിന്നെ ഉന്നാലെ എന്നാലും എന്ന് പറഞ്ഞ സോങ്, പിന്നെ ഹിന്ദിയിൽ ആഷിഖി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഈ 3 പാട്ടുകളും ആക്ച്വലി പാടാനിരുന്നത് വേറൊരു സിംഗറാണ്, വേറൊരു മെയിൻ സ്ട്രീം സിംഗറാണ്. ആ സിംഗറിന് പുള്ളിക്കാരിക്ക് വയ്യാതെയായി റിഹേഴ്സൽ ഉള്ള ദിവസം. ഈ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന മുന്നത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ 3 പാട്ടുകൾ ഉണ്ട്. ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു അന്ന് അവാർഡ് ഷോ നടന്നത്. അപ്പൊ ഈ 3 പാട്ടുകൾ ആക്ച്വലി ഞാൻ ജീവിതത്തിൽ ഇതിന് മുന്നേ വരെ പാടിയിട്ടേ ഇല്ല. ഞാൻ അപ്പൊ പഠിച്ചിട്ട് റിഹേഴ്സലിൽ പോയി ഞാൻ പാടി. ഹരിജി എന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെ പാടണം എന്നുള്ളതൊക്കെ.
അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോ അതിലേക്ക് എത്തിയത്. നടക്കുന്നത്. അത് ഗംഭീരമാവുകയും ചെയ്തു. അതെ, അത് ഇത്രയും ഒരു റീച്ച് കിട്ടുമെന്ന് ഞാൻ ഉണ്ടായിരുന്നല്ല. കാരണം സ്റ്റേജിൽ പോകുന്നതിന് മുന്നേ എനിക്ക് 1 മണിക്കൂർ ഹരിജിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് 1 hour ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ആ ഒരു സമയത്ത് MCOM കഴിഞ്ഞ് ഞാൻ നെറ്റൊക്കെ എഴുതി ഞാൻ പ്രൊഫസറായി ജോയിൻ ചെയ്യാനായിട്ടുള്ളൊരു സ്വപ്നങ്ങളൊക്കെ ആയി നടക്കുമ്പോഴാണ് പുള്ളിയുടെ കൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹി ആസ്ക് മീ അബൌട്ട് മൈ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പ്രൊഫസർ ആവാനായിട്ടാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് പോകണ്ട, കാരണം അത് ത്രോട്ടിന് ഭയങ്കര കേടാണ്. യു ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം ആൻഡ് പ്രാക്ടീസ്, ഗുഡ് തിങ്സ് വിൽ കം ടു യു എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. ഇത് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഐ ടുക്ക് ദാറ്റ് അഡ്വൈസ് ദാറ്റ് ഡേ ആൻഡ് ഹിയർ ഐ ആം ടുഡേ. സൂപ്പർ. ഈ അനൂപേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അനൂപേട്ടനെ കണ്ടുകൊണ്ട് അനൂപേട്ടന്റെ മാനറിസംസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ആത്മകഥ പോലെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ലേ? തീർച്ചയായും അത് കുറെ കാലം മുമ്പാണെങ്കിൽ പോലും അനൂപേട്ടന് പറ്റിയ ഒരു പാട്ടായിരുന്നു. എങ്ങനെയാണ് അത് അനൂപേട്ടനിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ഈ മുഖം കണ്ട അങ്ങനെ തോന്നുന്നു. അതെ, എന്നിലേക്ക് എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നാട്ടുകാരനായ ഹരിപ്രസാദ്, അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. ഈ വാസ് വർക്കിംഗ് ഇൻ ദുബായ്. അപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ അവന് ഈ ഒരു ഹോബി ഉണ്ട്, പാട്ട് എഴുതി മ്യൂസിക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എന്നെ കേൾപ്പിച്ച് ഇതാരെ കൊണ്ട് പാടിക്കും എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ചോദിച്ചു, മോനെ എൻ്റെ മുഖം വെച്ച് നീ ജഡ്ജ് ചെയ്യണ്ട, ഈ പാട്ട് ഞാൻ പാടുകൊണ്ട് നിനക്ക് നല്ല എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് തോന്നില്ല, തോന്നേയില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഹിറ്റ് മണത്തപ്പോ അപ്പൊ തന്നെ നമ്മൾ ചാടിക്കറി, അതായത് ഒപ്പുവെച്ചു. അത് കഴിഞ്ഞ് രഞ്ജിനി നമ്മുടെ സുഹൃത്താണ്, രഞ്ജിനിയോട് സംസാരിച്ചു. രഞ്ജിനി വാസ് വെരി ഇൻട്രസ്റ്റഡ്. സുരാജേട്ടനോട് സംസാരിച്ചു. സുരാജേട്ടനും അന്ന് ഭയങ്കര തിരക്കുള്ള സമയം, ബട്ട് ഹി ലൈക്ക് ദ കോൺസെപ്റ്റ്. അപ്പൊ അന്ന് അദ്ദേഹം മ്യൂസിക് വീഡിയോ ചെയ്ത് ഇറ്റ് ബിക്കേം വെരി പോപ്പുലർ. ഇപ്പോഴും ആൾക്കാർ എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഈ പാട്ടിനെ കുറിച്ച് ഉറപ്പായിട്ടും കെട്ടവരെ പാട്ട് പാടിക്കാറുണ്ടോ? ഈ പാട്ട് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പാടി തന്നെ. പണ്ടങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ മനക്കല മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തങ്കെട്ടവൻ, കുരുത്തങ്കെട്ടവൻ. പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പോ മാഷുടെ പിന്നിൽ പൊടിവാരി ഇട്ടപ്പോ തുരുദൂരെ ചൊറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചിട്ട് കൂട്ടം കൂടിയിട്ട് കല്ലെറിഞ്ഞില്ലേ കുരുത്തങ്കെട്ടവൻ, കുരുത്തങ്കെട്ടവൻ. കാലം കുറെ കഴിഞ്ഞതല്ലേ, കോളേജിൽ പോണതല്ലേ, ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടിയ റോസിക്കുട്ടി സലാം സലാം. റോസിക്കുട്ടി ചിരിച്ചു ചേട്ടാ, മനമാകെ കുളിർത്തു കേട്ടാ. എന്നാലും 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 നീ കുരുത്തങ്കെട്ടവൻ, കുരുത്തങ്കെട്ടവൻ. അപ്പൊ എന്തായാലും ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. അല്ലെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും? എന്താണോ ഗെയിം. അയ്യോ, രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കരുത്. അപ്പോഴാണ് ഈ ഗെയിമിന്റെ കാര്യം ഓർത്തത്. അപ്പൊ ഗെയിം കളിക്കാൻ റെഡി ആണല്ലോ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. എന്തൊക്കെയാണെന്ന് ഞാൻ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വരാനുണ്ട്, അപ്പൊ വരുമ്പോ ഞാൻ പറയാം. ഓക്കെ, റെഡി? അപ്പോൾ പണിപാളി എന്നുള്ള സെഗ്മെന്റിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് കാർഡ്സ് കണ്ടല്ലോ, ഇതിലൊക്കെ ഉള്ളത് പാട്ടുകളാണ്. പക്ഷെ ആ പാട്ടുകൾ നിങ്ങൾ നമ്മുടെ ദംഷ്രാസ് കളിക്കാറില്ലേ, അതേപോലെ അഭിനയിച്ച് നിങ്ങൾ ഫലിപ്പിച്ച് ആ പാട്ട് മറ്റൊരാളെ കൊണ്ട് പഠിപ്പിക്കണം. ഇതാണ് പണി. ഓക്കെ, ഇനി പാളരുത്. ആദ്യം അനൂപേട്ടന് ഞാനിത് തരും. അനൂപേട്ടൻ രേഷ്മയെ കാണിക്കുക. ആൻഡ് രേഷ്മ ഗസ് ചെയ്ത് ഞാനാണല്ലേ ആദ്യം അഭിനയിക്കേണ്ടത്. രേഷ്മയുടെ അഭിനയം കൂടി നമ്മൾ കാണട്ടെ, പോരല്ലോ. ശരി, അപ്പൊ അത് നമുക്ക് അനൂപേട്ടന് ഞാൻ തരാൻ പോവാണ്. ഫ്ലവർ, 2 വാക്ക്. 2 പുഷ്പം, 2 പൂക്കൾ. വഴി, വഴിയില്ല. വഴി, വഴിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുളം, സർക്കിൾ, വട്ടം. പലവട്ടം പൂക്കാലം വഴി. ഇനി അടുത്തത് രേഷ്മ കാർഡ് എടുക്കാൻ പോവാണ്. സൂപ്പർ. കവിൾ, പൊട്ട്, കണ്ണെഴുതി പൊട്ടും തൊട്ട്. ആരാ അഭിനയിച്ചെന്ന് കാണിച്ചു കൊടുത്ത ആക്ഷൻ?
മീശ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? വേണമെങ്കിൽ ഒരു കീവേഡ് തരാം. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും ചെയ്തില്ല. കവിളിണയിൽ കുങ്കുമം. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലറിനടികൾ മധുനുകരം. ഈ മനുഷ്യന് നാണമില്ലേ? കിടക്കിട സൂപ്പർ. ഇനി അനുപേട്ടനാണ്. എന്തേ എന്തേ എന്തിന് എടുത്തു പൊക്കി. എന്തിനു വേറൊരു സൂര്യോദയം. He knows so many songs. അതാണ്. മലയാളം തോൽപ്പിക്കാൻ full അരച്ചിലാക്കി Yes, വെച്ചിരിക്കുന്നതുകൊണ്ട് yes, വലിയ yes, കുഴപ്പമില്ല. ഇനി അടുത്തത് രേഷ്മയ്ക്ക് പറ്റും. ആ കറുപ്പ്. കറുപ്പിനഴക്. അല്ല. അല്ല, കറുപ്പ്. കറുപ്പ് കറുപ്പും വെളുപ്പും. കറുപ്പ്. കാർകൂന്തൽ. കാർമുകിൽ. 10 സെക്കൻഡ്സ് ഉള്ളൂ ഇനി. 9 8 സുന്ദരി നീയും. 7 6 കറുപ്പ്. 5 4 കാർ. 3 കാർമുകിലിൻ എന്നല്ലേ? കാർമുകിൽ. 1. ഈ പാട്ടൊന്ന് പാടിക്കോ ചേട്ടാ. കറുത്ത പെണ്ണ്. അതാണ് ആദ്യം കാണിച്ചില്ല ഇങ്ങനെ. അത് പെണ്ണാണ്. പെണ്ണാണോ? ഞാൻ പെണ്ണാണ്. എന്റെ പരിമിതമായ അഭിനയശേഷി വെച്ച് ഞാൻ കാണിച്ചതാണ് കുട്ടി. ചേട്ടാ പാടിക്കോ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ഓക്കെ, അപ്പൊ ഇപ്പൊ അനൂപേട്ടന് 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. യെസ്. രേഷ്മ 1-ലാണ് നിൽക്കുന്നത്. കണ്ണ് കണ്ണിനി മണിയുടെ കണ്ണ്, കൺമഷി, കൺപീലി, വേറെ കണ്ണിമ. 2 പകുതി. രണ്ടാമത്തെ പകുതി പ്രാവ്, പ്രാവല്ല. കാക്ക, പക്ഷി, വേറെ പരുന്ത്, പരുന്ത്, ലവ് ബേർഡ്സ്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. കസ്തൂരി, കസ്തൂരി പോലത്തെ വേറെ. സമയം തീരാറായി, സമയം തീരാറായി. കൺമഷി, 10 കൺപീലി, 9 കൺ, 8 കൺമഷി, 7 കണ്ണെഴുതി പൊട്ടുന്നത്, 5 4 3 2 കണ്ണാൻ തുമ്പി പോരാ. 1 0. ഓക്കെ, അയ്യോ. കരിമിഴി കുരുവി, അതാണ് കൺമഷിയുടെ വേറെ. കരിമിഴി, ഇത് കുരുവിയായിരുന്നു രേഷ്മ. കുരുവി. കുരുവിയാണ് രേഷ്മ കുരുവി ഉദ്ദേശിച്ചത്. ഇങ്ങനെ കാണിച്ചാ പോരെ, ഏറ്റവും എളുപ്പമല്ലേ? ഇനി അടുത്തത് രേഷ്മ. എങ്ങനെ പറയും? എന്താണ് നമ്മളിങ്ങനെ കഴിക്കുന്നത്? വെറ്റില. അല്ല, പഴം. വെച്ചില്ല, പഴം. പഴം. പഴം തമിഴ്. ഇപ്പൊ 2 പോയിന്റ് വെച്ച് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് ചെവി, പാട്ട്. ചെവി, കാത്. കാതോട് കാതിൽ കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കരൾ. അടിപൊളി, അടിപൊളി. അനൂപ്. അല്ല, ഞാൻ കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൻ. അല്ല, ഞാൻ എന്റെ
എന്റെ എല്ലാം താങ്ക് യു സോ മച്ച്. ആടിപ്പൊളി. അപ്പോ ഇനി എന്താണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ച ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സമ്മാനം കൊടുക്കും. ഓക്കെ. തോറ്റ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുക്കും. രേഷ്മയുടെ പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. രേഷ്മയ്ക്ക് നമ്മൾ സിമ്പിൾ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ പറയാണ് മലയാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പാട്ട് പാടണം. അപ്പം ഞാൻ പറയും തമിഴ്, അപ്പം വേഗം ഒരു തമിഴ് പാട്ട്, പിന്നെ ഹിന്ദി. ഇത് ഒരു സിംഗറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. അങ്ങനെ പറയരുത്. പിന്നെ തെലുഗു. ആ പിന്നെ വീണ്ടും ഞാൻ തമിഴ് പറയും, പിന്നെ മലയാളം പറയും, ചിലപ്പോൾ 2 മലയാളം പറയും, അങ്ങനെയൊക്കെ. ആദ്യം നമുക്ക് മലയാളം. കരിമിഴിക്കുരുവിയെ കണ്ടീലാ നിൻ ചിരിമണി. ഹിന്ദി. ഹായ് മേരി പരം 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 സുന്ദരി കന്നഡ. ಗಗನವೇ ಭಾಗಿ ಭುವಿಯಲು ಕೇಳಿತಾಗೆ ಮಚ್ಚಾನೆ ವಾಯ ಮಚ್ಚಾನೆ ವಾ. പഞ്ചാബി. ദമാദം മസ്ത് കലന്തർ അലി ദം ദം ദേ അത് അന്തർ സിന്ധി അല്ലേ? പഞ്ചാബി അല്ലല്ലോ, അത് സിന്ധിയാണ്. സിന്ധി. ബോലോ തരാരാര ബോലോ തരാരാര. ഇനി അറബി. ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബോ താലെ ഹലമത്തി ഹബീബോ. അങ്ങനെയാണെങ്കിൽ എന്താ മാപ്പിളപ്പാട്ട്. സംഗൃതപമകരി തങ്കത്തിങ്ങത്തരങ്ങിട നാടൻ പാട്ട്. ഏഴുള്ളേര് മാണി നങ്കേരെ ഡിവോഷണൽ. പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ. ഇംഗ്ലീഷ്. ഐ വാണ്ട് ഇംഗ്ലീഷ്. അത് പറ്റില്ല. ആ പാട്ട് പറ്റില്ല. There's a hero. If you look inside your heart, you don't have to be afraid. സ്പാനിഷ് മസാലയിലെ പാട്ട് മതി. I love it when you call me അറിയോ? señorita. Señorita ഉണ്ട് അതിന്റെ സ്പാനിഷ്. ഈ കുട്ടിക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഈ ഗെയിം പൂർത്തിയാക്കി. അടിപൊളി.